ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ഈ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ. ഞാൻ ഇതുവരെ അതിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഓ, ഒന്ന് മസിൽ ലൂസ് ആവാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, പ്ലാനറ്റ് എർത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. അതായത് ഇവിടെ ഒരു ട്രെക്കിങ്ങിനായിട്ട് വന്നതാണ്. ഞങ്ങൾ ഒരു 5 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇന്ന് നമ്മൾ ട്രെക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ട്രെക്കിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. അതായത് ഒരു 7 കിലോമീറ്റർ ട്രെക്കിങ്ങിനോടൊപ്പം തന്നെ ഒരു ബാംബൂ റാഫ്റ്റിങ്ങും കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മോഡറേറ്റ് ആയിട്ടുള്ള ട്രെക്കിംഗ് ആണ്, ഹാർഡ് ട്രെക്കിങ്ങോ കാര്യങ്ങളൊന്നും അല്ല. ശരിക്കും ഇന്നത്തെ ദിവസം വരുന്നത് ജൂലൈ മാസം 14-ാം തീയതിയാണ്. അതായത് മൺസൂണിൻ്റെ ഏകദേശം ഒരു മിഡ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാടെല്ലാം മഴയത്ത് കുളിച്ചിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് മഴയത്ത് നമ്മൾ കാടിനകത്തേക്ക് കയറുമ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ മുൻപുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, സമ്മർ സീസണിലുള്ള കാടും അതും ഇപ്പോഴുള്ള ഈ ഒരു കാടിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് വീഡിയോസിനകത്ത് കൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. രാവിലെ 7 മണിക്ക് തന്നെ ഇതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാർ പാർക്കിംഗ് ഏരിയയും ടിക്കറ്റ് കൗണ്ടറും എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. ഇവിടുന്ന് ഇവരുടെ ഷട്ടിൽ ബസ് സർവീസ് വരുന്നുണ്ട്. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതിൻ്റെ QR കോഡും ഒക്കെ അവിടെ നമ്മൾ കാണിക്കുകയുണ്ടായി. എന്നിട്ട് ക്യാമറയ്ക്ക് അഡീഷണൽ നമുക്ക് ഇവിടെ ഒരു 35 രൂപ ചാർജ് ആക്കുന്നുണ്ട്. അത് ഓൺലൈനിൽ നമുക്ക് എടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ ട്രെക്കിംഗ് ആക്ടിവിറ്റീസോ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിലോ ഓൺലൈനിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ വന്നാൽ ഒരുപക്ഷെ സ്പോട്ട് റിസർവേഷൻ, സ്പോട്ട് ബുക്കിംഗ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഞങ്ങൾ ബോട്ട് ലാൻഡിംഗ് സെൻറ്ററിലെത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ബോട്ടിങ്ങിൻ്റെ ലാൻഡിംഗ് സെൻറ്ററിൽ നിന്നാണ്. നമ്മുടെ ബാച്ച് ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു 5 പേരടങ്ങുന്ന ബാച്ചാണ് ഇന്ന് ട്രെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഉച്ചക്കത്തേക്ക് ലഞ്ച് ബോക്സ് ആണ് തന്നിട്ടുള്ളത്, പിന്നെ ഒരു കുപ്പി വെള്ളമാണ് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഈ പാക്കേജിൻ്റെ കൂടെ വരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ലീച്ച് സോക്സും ഉണ്ട്. അതായത് അട്ട ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തടയാനായിട്ടുള്ള ലീച്ച് സോക്സും ഉണ്ട്. ഇതാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ സാറ്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന സാറാണ്. അതുകൂടാതെ നമ്മുടെ ഇവിടെ 2 ഗാർഡ്സും ഉണ്ട്. ചേട്ടനൊരു സുരേഷ് എന്നാണ്. ഒരാളുള്ള അങ്ങനെ ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് നമ്മുടെ കൂടെയുള്ള ഗൈഡും ബീറ്റ് ഓഫീസറും ഒക്കെ കൂടെ ആയിട്ട് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ലേക്കിൻ്റെ മറുകരയിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയൊരു ബാംബു റാഫ്റ്റ് അവിടെ ഉണ്ട്. അത് മറു സൈഡിൽ കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കയറിൽ വലിച്ച് പോവുകയാണ്. ഒരുമിച്ച് ഞങ്ങൾ 5 പേരും കൂടെ അതിനകത്ത് കയറില്ലായിരുന്നു. ഞങ്ങൾ 5 പേര് മാത്രമല്ല, അവരുടെ 3 പേരും കൂടെ ചേർന്ന് 8 പേരാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴ്ന്നു പോകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് ഞങ്ങൾ അക്കരയിലേക്ക് പോയത്. അക്കരയിലേക്ക് പോകുന്ന വഴി തന്നെ നമ്മുടെ റാഫ്റ്റിൻ്റെ അടുത്തുകൂടെ തന്നെ ഒരു വേഴാമ്പൽ കടന്നു പോയിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് ഹോൺബിൽ. ശരിക്കും ഇത്ര ക്ലോസ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വേഴാമ്പലിനെ കാണുന്നത്. പക്ഷേ വളരെ ക്വിക്കായിട്ട് ആ കാണുന്ന ഫോറസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് മറുകരയിലേക്ക് പറന്നു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോയിലും വീഡിയോയിലൊന്നും അതിനെ എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ട് അത് മാറുകയുണ്ടായി. ഇവിടെ നിന്ന് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നടക്കുന്ന വഴിയിൽ തന്നെ മറ്റൊരു ബാച്ചിനെ കാണുകയുണ്ടായി. അവർ രാവിലത്തെ ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഷോർട്ട് ട്രെക്കിങ്ങുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു 2.5 മണിക്കൂർ 3 മണിക്കൂർ മാത്രം നീളുന്ന ചെറിയ ട്രെക്കിംഗ് ആക്ടിവിറ്റീസാണ്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ശരിക്കും ഇപ്പം ഒരു മൺസൂണിൻ്റെ മിഡ് പോയിന്റ് തന്നെ ആയതുകൊണ്ട് തന്നെ കാടൊക്കെ നല്ല പച്ചപ്പിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാടിനൊക്കെ. ശരിക്കും വളരെയധികം ജന്തു സസ്യ വൈവിധ്യങ്ങളായിട്ട് നിറഞ്ഞിട്ടുള്ള ഒരു കാടാണ് നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവ്. ഏകദേശം 925 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ ഒരു വനം പ്രദേശം വരുന്നത്. ഇവിടെ നമുക്ക് സസ്യജന്തുജാലങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്.
ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഏകദേശം 1 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടായത്. ഈ 1 കിലോമീറ്റർ നടന്നതിന് ശേഷം നമ്മൾ ഉൾവനത്തിലേക്ക് കയറാനായിട്ടുള്ള തുടക്കത്തിലാണ്. ഈ ഭാഗത്ത് ആനകൾ കുറേ നടന്നു പോയതിൻ്റെ മാർക്കിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അതുമാത്രമല്ല കാട്ടുപോത്തിൻ്റെയൊക്കെ കാൽപ്പാടുകളെല്ലാം ഇവിടെ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതുവഴി ഇറങ്ങി വന്നിട്ട് ഈ ഒരു ഉൾക്കാട്ടിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇടയിലൂടെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സ്ട്രീംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് ചെറിയ മരക്കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ ചവിട്ടിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ശരിക്കും വലിയ ഡെപ്ത് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ വരുന്ന ഗൈഡ്സ് നമുക്ക് ഒരു പാത ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു കാട്ടുപോത്തിൻ്റെ ഒരു തലയോട്ടിയാണ് കാണുന്നത്. അതുകൂടെ തന്നെ ആനയുടെ പല്ലും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗൈഡ് നമുക്ക് പരിചയപ്പെടുത്തി തരുവാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ളതൊന്നുമല്ല, കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. പായലൊക്കെ പിടിച്ചിട്ട് ശരിക്കും വരുന്ന സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടിയിട്ട് സഞ്ചാരപാതയുടെ അടുത്തായിട്ട് അവരത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് യാത്ര മുന്നിലേക്ക് തുടരുകയാണ്. ശരിക്കും ഒരുപാട് പക്ഷികളുടെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനെ നമ്മുടെ മുന്നിലേക്ക് കാണുന്നില്ലെന്നുള്ളതാണ്. കുറേ സമയം നമ്മൾ പല സ്ഥലങ്ങളിലും വെയിറ്റ് ചെയ്തിങ്ങനെ നോക്കുന്നുണ്ട്. നമുക്കൊന്നിനെ വന്നിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ നടന്നു പോകുന്ന വഴിയിലെല്ലാം ആനകളുടെയൊക്കെ സാന്നിധ്യം നന്നായിട്ടുണ്ടായിരുന്നു. ആനകൾ മാത്രമല്ല, കാട്ടുപോത്തിൻ്റെ മ്ലാവിൻ്റെയൊക്കെ മക്കൾ നമ്മളിവിടെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എപ്പോഴും ഒരു കടുവ സങ്കേതത്തിൽ വരുമ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം ഒരു കടുവയെ നേരിട്ട് കാണണമെന്നാണ്. എപ്പോഴും അതൊന്നും സാധിക്കില്ല എങ്കിലും നമ്മൾ ആ ഒരു പ്രതീക്ഷയോടു കൂടി തന്നെയാണ് നടക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പോത്തുകളും എരുമകളും ഒക്കെയാണ്. അവരുടെ വളർത്തുമൃഗങ്ങളാണ്. ശരിക്കും ഈ ഒരു കടുവ സങ്കേതത്തിനുള്ളിൽ ഇങ്ങനെ വളർത്തുമൃഗങ്ങളെ അഴിച്ചു വിട്ടുകൊണ്ട് ഒരു പ്രശ്നവും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വന്യമൃഗങ്ങളൊന്നും ഇതിനെ ഇതുവരെ ആക്രമിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഒരു ഹണ്ടിങ് നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മ്ലാവിനെ എന്തോ കടുവ പിടിച്ചതിൻ്റെ അടയാളങ്ങളാണെന്നാണ് നമ്മുടെ മുന്നിൽ വന്ന ഗാർഡ്സ് നമ്മളോട് പറഞ്ഞു തന്നത്. അതിനുശേഷം ഞങ്ങൾ മുന്നിലേക്ക് കടന്നിപ്പോൾ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് എടുക്കേണ്ട ടൈം ആയി. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാൻഡ്വിച്ചും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്നു നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുവാണ്. ശരിക്കും ലീച്ചിൻ്റെ ശല്യം ധാരാളമായിട്ടുണ്ട്. ഇവർ ലീച്ച് സോക്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ കാലിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ശ്രദ്ധാപൂർവ്വം ഇരുന്നിട്ടില്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ ബാഗിലേക്കും നമ്മുടെ ഡ്രസ്സിലേക്കും ഒക്കെ ഈ ഒരു അട്ട കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ ഒരു കാട്ടുപന്നി കൂട്ടത്തിൽ നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ അവരവിടെ നിന്നിട്ടില്ല. ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ അവരവിടെ നിന്ന് പാഞ്ഞു പോവുകയാണ് ഉണ്ടായത്. നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ തവണ വരുമ്പോഴും ഈ കാടുകൾക്കൊക്കെ നല്ല മാറ്റമാണ്. ശരിക്കും 2 മാസം മുമ്പ് വരുമ്പോൾ ഉള്ള കാടല്ല ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഉള്ളത്. ശരിക്കും നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പച്ചപ്പാണ് ഇപ്പം. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പച്ചപ്പ്. ഇതിനിടയിലൂടെ നടന്നു പോകുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വന്ന് ആസ്വദിക്കാൻ തന്നെ വേണം. ശരിക്കും കിളികളുടെ കളകളാരവവും അതുപോലെ തന്നെ ഈ സ്ട്രീംസിൻ്റെയൊക്കെ സൗണ്ടും ചെറിയ അരുവികളൊക്കെ പോകുമ്പോൾ ഉള്ള വെള്ളം ഒഴുകുന്ന സൗണ്ടും ഒക്കെ ആസ്വദിച്ച് ഈ കാട്ടിൻ്റെ നടുവിലൂടെ വേറെ മനുഷ്യരാരും ഇല്ലാതെ ചുറ്റും മൃഗങ്ങളാലും ഔഷധ സസ്യങ്ങളാലും ചുറ്റപ്പെട്ട ഈ കാടിന് നടുവിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക കുളിർമ തന്നെയാണ് മനസ്സിനും ശരീരത്തിനും ഒക്കെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ ട്രെക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫുൾ ഡേ ബാംബൂ റാഫ്റ്റിംഗ് ട്രെക്കാണ്. ഏകദേശം ഒരു 7 കിലോമീറ്റർ അങ്ങോട്ടും ഒരു 7 കിലോമീറ്റർ തിരിച്ചും നടക്കുന്ന ഒരു ട്രെക്കിംഗ് ആണ്. 7 കിലോമീറ്റർ ചെന്നതിന് ശേഷം അവിടുന്ന് നമ്മളൊരു ബാംബൂ റാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1-2 മണിക്കൂർ സമയം ചിലവഴിക്കാവുന്ന ബാംബൂ റാഫ്റ്റിംഗ് ആണ്. ഈ ബാംബൂ റാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഐലൻഡിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഐലൻഡിൽ ചെന്നിട്ട് നമ്മളുടെ ലഞ്ച് കഴിച്ചിട്ട് അവിടുന്ന് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ വന്ന്
റിട്ടേൺ ട്രെക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ബോട്ട് ലാൻഡിങ് സെൻറ്ററിലേക്ക് വരുന്ന ഒരു ട്രെക്കിംഗ് ആക്ടിവിറ്റിയാണ് ഈ ഒരു ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഇതിനകത്തേക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ ട്രെക്കിംഗ് ഒക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. ശരിക്കും ഒരു ദിവസം മുൻപേ തന്നെ, അതായത് നാളത്തേക്ക് ഇന്ന് നമ്മുടെ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കത്തില്ല, അത് സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് മാറുമായിരിക്കും. അതുകൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കൺഫേം ആക്കിയിട്ട് വേണം പോകാനായിട്ട്. ഒരുപക്ഷെ നേരിട്ട് എന്നാൽ സ്പോട്ട് റിസർവേഷനോ സ്പോട്ട് ബുക്കിംഗ് ഒന്നും കിട്ടിയെന്ന് വരില്ല. കാര്യം റഷ് ആണെങ്കിൽ നമ്മൾ അവിടെ വരെ പോകുന്നത് വെറുതെ ആവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നേരത്തെ മുൻകൂട്ടി തന്നെ ഈ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ കൂടെ 2 ഗാർഡ്സും അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും വരുന്നതായിരിക്കും സേഫ്റ്റിക്ക്. പോകുന്ന വഴിയെല്ലാം ഒരുപാട് സസ്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ പേര് കൂടെ വന്നവർക്കും കാര്യമായിട്ട് എല്ലാത്തിൻ്റെയും പേര് നമ്മൾ ചോദിക്കുന്ന എല്ലാത്തിൻ്റെയും അറിയില്ലെങ്കിലും അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ട്രെക്കിങ്ങിനിടയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കരിങ്കുരങ്ങിൻ്റെ ഒക്കെ സാന്നിധ്യം കൂടുതലായിട്ടുണ്ടായിരുന്നു. നമുക്കതിനെയൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കരിങ്കുരങ്ങ് മാത്രമല്ല, മറ്റു മൃഗങ്ങളെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുകയുണ്ടായി. അതിനകത്ത് കാട്ടുപോത്തുകളുടെ സാന്നിധ്യം നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ കുറച്ച് അകലെ ആയതുകൊണ്ട് നമുക്കത് വീഡിയോയ്ക്കകത്ത് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്ന് മറ്റൊരു ഏരിയയിലേക്ക് കടക്കുകയാണ്. ഈ ഭാഗത്ത് കടുവയുടെ ടെറിട്ടറി മാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്യമാക്കി, ആ ഒരു മരം ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. ഈ ഒരു ട്രെക്കിങ്ങിന് ഞങ്ങൾ 5 പേര് മാത്രമാണ് ഉള്ളത്. ശരിക്കും 9 പേരുടെ ഒരു ബാച്ചാണ് സാധാരണ രീതിയിൽ പോകാൻ സാധിക്കുന്നത്. മറ്റു 4 സീറ്റുകളും വേക്കൻ്റ് ആയിരുന്നു. ഇത് ചോരക്കാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരമാണ്. അതായത് ടൈഗർ അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് ഈ ഒരു മരത്തിന്മേലാണ്. ശരിക്കും പറഞ്ഞാൽ നഖത്തിനിടയിലെ മാംസവും അഴുക്കും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് അത് സ്ക്രാച്ചസ് ഇടുന്നതായിട്ടാണ് നമ്മുടെ ഈ ബീറ്റ് ഓഫീസർ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഒരു കടുവ ടെറിട്ടറി മാർക്കിംഗ് ചെയ്ത പ്രദേശത്ത് മറ്റു കടുവകൾ വരില്ല എന്നും പറയുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ വരുവാണെങ്കിൽ അവരത് തമ്മിൽ ഫൈറ്റ് ചെയ്ത് അവരുടെ സ്ഥാനം അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. തോറ്റുപോകുന്ന കടുവ ആ ഒരു ഏരിയ വിട്ട് മാറണം എന്നാണ് അവരുടെ ഇടയിലുള്ളൊരു റൂള്. ഏകദേശം ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കടുവ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഒരു ഓഫീസർ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഗാർഡ്സ് അവിടുന്ന് കുറച്ച് മാറിയിട്ട് നമുക്ക് തൊഴയാനുള്ള പങ്കായം എടുക്കാൻ പോയിരിക്കുകയാണ്. ശരിക്കും അതിവരെ ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആ ലേക്കിൻ്റെ സൈഡിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാട്ടാനകളുടെ ശല്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആനകൾ ഇതൊക്കെ ചവിട്ടി ഓടിക്കാറാണ് പതിവ്. അതുകൊണ്ട് അത് വരുന്ന ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കയറ്റി കെട്ടി വെക്കുന്നത്. അപ്പോൾ അവർ അത് എടുത്തുകൊണ്ട് വന്നിട്ട് മുന്നേ നടക്കുന്നുണ്ട്. നമ്മളവരുടെ പിന്നാലെ നടന്നു പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ട് ലേക്ക് വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ റിസർവോയറാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു റിസർവോയറിൻ്റെ ഭാഗമായിട്ട് വെള്ളം കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഈ ഒരു തടാകം ഇവിടെ രൂപപ്പെട്ടത്. ഈ തടാകക്കരയിൽ തന്നെ വലിയൊരു കാട്ടുപന്നിക്കൂട്ടം മേയുന്നുണ്ട്. നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ അത് ആ ഉൾക്കാട്ടിലേക്ക് നടന്നുപോയി. ഞങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കുകയുണ്ടായി. പക്ഷേ ഇതിൻ്റെ പിന്നാലെ പോയിട്ടും അത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. അവിടെയൊക്കെ ഞങ്ങളൊന്ന് പരതി നോക്കി കണ്ടില്ല.
ശരിക്കും നമ്മൾ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് പാത്തുവേ ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധാപൂർവം തന്നെ നടക്കണം. ഇതുപോലെ എട്ടുകാലികളുടെയൊക്കെ സാന്നിധ്യം എപ്പോഴും പോകുന്ന വഴിയിലൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ അത് വിഷം കൂടുതലായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് കാട്ടിലൂടെ നടക്കുമ്പം മുന്നിലേക്ക് നടക്കേണ്ടത്. ശരിക്കും കാടറിയാതെ നടക്കണമെന്നാണ് നമ്മൾ ട്രെക്കിംഗ് വരുന്ന സുഹൃത്തുക്കളോടെല്ലാം നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കാട്ടിലേക്ക് വലിച്ചെറിയാതിരിക്കുക. കാട്ടിൽ നിന്ന് ഒരു വിഭവങ്ങളും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഒന്നും ഒരു ഇലയാണെങ്കിൽ പോലും പറിച്ച് നശിപ്പിക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ ബാംബു റാഫ്റ്റിംഗ് ചെയ്യുന്ന കരയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ഉള്ളിലേക്കായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ബാംബു റാഫ്റ്റ്. ശരിക്കും അത് കുറച്ച് ഉള്ളിലേക്ക് മാറ്റി കെട്ടിയിട്ടിരിക്കുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനകൾ വന്നു കഴിഞ്ഞാൽ ഈ കരയിലാണെങ്കിൽ അതിനെ തന്നെ ചവിട്ടി നശിപ്പിക്കാറുള്ള പതിവുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് മാറ്റി അത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഒരു ചെറിയ റാഫ്റ്റിൽ നമ്മുടെ ഗാർഡ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് അവിടുന്ന് അഴിച്ച് കരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബാംബു റാഫ്റ്റിൽ മുളകൾ വെറുതെ കെട്ടിവരിഞ്ഞ് വെച്ചിരിക്കുക മാത്രമല്ല, നമുക്ക് ഇരിക്കാനായിട്ട് ചെറിയ ഇരിപ്പിടങ്ങളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ഇരിപ്പിടങ്ങളിലാണ് ഇതിനകത്ത് നിലവിലുള്ളത്. മാക്സിമം ഒരു 9-10 പേർക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ബാംബു റാഫ്റ്റാണിത്. എല്ലാവരും നമ്മുടെ ഈ ബാച്ചിലുള്ള എല്ലാവരും ആദ്യമായിട്ടാണ് ബാംബു റാഫ്റ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റിലാണ്. വളരെ ഇൻട്രസ്റ്റോടു കൂടി തന്നെ നമ്മൾ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളി, പറയാനില്ല. നമ്മളിപ്പോൾ പങ്കായം തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കരെ എത്തിയിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഇത് കാണുന്ന പോലെ വലിയ എളുപ്പമല്ല ഇത് തുഴഞ്ഞ് മുന്നിലേക്ക് നീക്കുക എന്നുള്ളത്. ശരിക്കും കാഠിന്യമേറിയ ഒരു പ്രവർത്തനം തന്നെ നടത്തിയാൽ മാത്രമേ ഇത് മുന്നിലേക്ക് നീങ്ങുള്ളൂ. ഇത് നമ്മുടെ കൂടെ ഇപ്പോൾ എന്നുള്ള ഗൈഡാണ്, സുരേഷ് എന്നാണ് പേര്. ചേട്ടാ, നമ്മുടെ ഇന്നത്തെ ഈ ട്രെയിലിനെ പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ബോട്ട് ലാൻഡിങ്ങിന് തുടങ്ങി ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ച് വരുന്ന വഴിക്ക് ചില കാഴ്ചകളെല്ലാം കണ്ട് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് പെരിയാറിൻ്റെ ട്രെയിൽ എന്ന് പറഞ്ഞ ക്യാമ്പിംഗ് ഫോറം ഷെഡിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി നമുക്കുള്ള ജാക്കറ്റും കാര്യങ്ങളും എടുത്ത് ഒരു 2 മണിക്കൂർ റാഫ്റ്റിംഗ് പോയിട്ട് അതുപോലെ തന്നെ പോയി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ലഞ്ച് ബ്രേക്കിംഗ് കഴിഞ്ഞിട്ട് ചെറിയ റൗണ്ടും കഴിഞ്ഞിട്ട് ഇതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് പിന്നെ നമ്മൾ 7 കിലോമീറ്റർ തിരിച്ചു പോകും. വന്ന കൂട്ടി തന്നെയാണോ തിരിച്ചു പോകുന്നത്? അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് ഒരു 13-14 കിലോമീറ്ററോളം വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോർമലി ഇവിടെ സൈറ്റിംഗ് കിട്ടാറുണ്ടോ? അതോ? ഉണ്ട്, കിട്ടാറുണ്ട്. ആന കിട്ടാറുണ്ട്, കാട്ടുപോത്ത് കിട്ടാറുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കടുവയും കാണാം. പിന്നെ ചെറിയ ചെറിയ മൃഗങ്ങളെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം നമ്മൾ ചെങ്കീരി കാട്ടുപന്നി ഒക്കെ കണ്ടിരുന്നു. വന്ന വഴിയിൽ വണ്ടിയിലിരുന്ന സമയത്ത് കാട്ടുപോത്തും മ്ലാവിനെയൊക്കെ കണ്ടിരുന്നു. പിന്നെ എന്ന് പറയുമ്പോഴത്തേന് പെരിയാർ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫോറസ്റ്റാണ്. 925 സ്ക്വയർ കിലോമീറ്റർ കാടാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ബാംബു റാഫ്റ്റിംഗ് പോകുന്നുള്ളൂ. ഫുൾ ഏരിയ നമ്മൾ കവർ ചെയ്യുന്നില്ല. ബാക്കി കോഴ്സുകളായതുകൊണ്ട് നമുക്ക് അനുമതിയൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ മൃഗങ്ങളെ കാണാം. അതെ, ഇവിടുത്തെ ഈ പ്രോഗ്രാംസ് എല്ലാം ഈ ഒരൊറ്റ ഭാഗത്ത് മാത്രമാണോ അതോ സ്പ്രെഡായിട്ട് പല ഭാഗങ്ങളിലുമായിട്ടും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്? സ്പ്രെഡായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ ട്രക്ക് മുതൽ അത്യാവശ്യം 2 ദിവസത്തേക്ക് സ്റ്റേ പ്രോഗ്രാം വരെ ഇവിടെ വരുന്നുണ്ടല്ലോ? വരുന്നുണ്ട്. എല്ലാം ഇതെല്ലാം നമ്മുടെ ഓൺലൈൻ തന്നെയാണ് ബുക്കിംഗ് എല്ലാം വരുന്നത്. ഓക്കെ കേട്ടോ, താങ്ക് യു. നമുക്ക് തന്നെ ബാക്കി പരിപാടി തുടരാം. ഈ ഒരു ടെൻറ്റ് സ്റ്റേയിൽ താമസിക്കുന്ന ആൾക്കാരാണ് കാടിൻ്റെ മറുകരയ്ക്കിൽ നിൽക്കുന്നത്. അവരുടെ രാവിലത്തെ ഒരു ഷോർട്ട് ട്രെക്കിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്.
നമ്മളിവിടുന്ന് നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ട് വീണ്ടും മുന്നിലേക്ക് റാഫ്റ്റിംഗ് തുടങ്ങുന്നതാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു 3 ടെൻറ്റുകളാണുള്ളത്. മാക്സിമം ഒരു 6 പേർക്ക് വരെ നമുക്ക് സ്റ്റേ ചെയ്യാം. അതിന് ചുറ്റും വലിയ ട്രെഞ്ച് തന്നെയുണ്ട്. ആനിമൽസ് ഒന്നും ആ ഒരു ടെൻറ്റിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് ഈ വരുന്നത്. ഇവിടെ ടോയ്ലറ്റും കിച്ചണും അതുപോലെ 3 ടെൻറ്റ് കൂടാതെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പോർഷനും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്നിട്ടുള്ള വ്യൂവും വളരെ നല്ലതാണ്. ശരിക്കും ലേക്കിൻ്റെ സൈഡിലൊക്കെ ഏതെങ്കിലും വൈൽഡ് ആനിമൽസ് വരുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു റൂമിൽ അല്ലെങ്കിൽ ഈ ടെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ശരിക്കും ഇവിടെ ഗ്യാസ് സ്റ്റവോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കുക്കിംഗ് നടക്കുന്നത് വിറകിലാണ്. പുഴയിൽ നിന്ന് പിടിച്ച മീനുകളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഒന്ന് മസിൽ ലൂസ് ആവാനായിട്ട്. ഇത് ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരുടെ മെയിനായിട്ടുള്ള ജീവിതമാർഗ്ഗം ഈ ഒരു തടാകത്തിൽ നിന്ന് മീനുകളൊക്കെ പിടിച്ച് വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ തുഴയാൻ തുടങ്ങി. ശരിക്കും നമ്മൾ തുഴഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കൂടെ നിന്ന് ഗാർഡ്സും നമ്മുടെ ഗൈഡും ഒക്കെ തുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബാംബു റാഫ്റ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1 hour ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റാഫ്റ്റ് വരുന്നത്. കൂടെയുള്ളവരെല്ലാവരും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വേഴാമ്പലാണ് ആ പറന്നു പോകുന്ന കാണുന്നത്. അതുപോലെ തന്നെ ഈ തടാകത്തിലൊക്കെ കാണുന്ന മരക്കുറ്റിയില്ലേ, ഈ മരക്കുറ്റിയെല്ലാം പണ്ട് ഇവിടെ കാടായിരുന്ന സമയത്തുള്ള വൻമരങ്ങളാണ്. അത് ഈ ഒരു റിസർവോയറിൻ്റെ ഭാഗമായിട്ട് കാട്ടിലേക്ക് വെള്ളം കയറിയപ്പോഴേക്കും അത് വെള്ളത്തിനടിയിലായിപ്പോയതാണ്. അതുവഴി പോകണം. അങ്ങനെ നമ്മൾ ഈ ഒരു കരയിലെത്തിയിട്ട് ഇവിടുന്ന് നടക്കാൻ ആരംഭിച്ചു. ഏകദേശം 2-3 കിലോമീറ്ററോളം നമുക്കിവിടെ നടക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടന്നിട്ട് നമ്മൾ കാട്ടിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. നടക്കുന്ന വഴിയെല്ലാം ശരിക്കും നല്ല പച്ചപ്പാണ്. പുല്ലുകളൊക്കെ വളർന്നിട്ടും കാട്ടിലെ മരങ്ങളെല്ലാം നല്ല രീതിയിൽ പച്ചപ്പ് പുതച്ച് നിൽക്കുവാണ്. ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം കുറച്ചും കൂടെ മുകളിലേക്ക് വരുന്ന ഭാഗങ്ങളാണ്. അവിടെയൊക്കെ നല്ല പച്ചപ്പരവതാനി വിരിച്ച പോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് കാട്ടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇവിടെയൊന്നും മൃഗങ്ങളുടെ സാന്നിധ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ കാട്ടിൽ ഇത്രയൊക്കെ മൃഗങ്ങളുണ്ടായിട്ടും ഇതൊക്കെ എവിടെ പോയിരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു കാട്ടുപോത്തുകളുടെ ഒരു മാപ്പ് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുട്ടി ടൈഗറിൻ്റെയും മാർക്കും കൂടെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അധികം പഴക്കമുള്ളതല്ല, ഇത് ഫ്രഷ് ആയിട്ടുള്ളതാണ്. കഴിഞ്ഞ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലത്തെയോ ആവാനാണ് സാധ്യത. കാര്യം മഴ ഉണ്ടായതുകൊണ്ട് തന്നെ അധിക സമയം മാർക്കിങ് ഇങ്ങനെ നിൽക്കില്ല, അത് പോകാനാണ് സാധ്യത. അപ്പോൾ രാത്രിയിലൊക്കെ നല്ല മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു മഴയ്ക്ക് ശേഷം നടന്നു പോയിട്ടുള്ളതാണ്. കുറച്ച് ദൂരം നമ്മളതൊന്ന് ഫോളോ ചെയ്ത് നോക്കി, പക്ഷേ പിന്നീട് അത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഈ ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളതാണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഈ ഒരു 2-3 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വീണ്ടും നമ്മുടെ റാഫ്റ്റ് പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തെത്തി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ലഞ്ച് വരുന്നത്. ഈ ഭാഗത്തിരുന്ന് കാട്ടിൻ്റെ ഒത്ത നടുവിലിരുന്ന് ഇതുപോലൊരു ഉച്ചഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു വൈബാണ്.
അതിനുശേഷം വീണ്ടും നമ്മൾ ബാംബു റാഫ്റ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. റെയിൻ കോട്ടൊക്കെ കൈ കരുതിയിട്ടുണ്ടായതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ കാറ്റ് വീശുന്നുണ്ടായതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തു നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട്. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഏത് വഴിയാണോ ഇങ്ങോട്ട് വന്നത് ഏകദേശം ആ ഒരു വഴി കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ചോരക്കാലി. ഇവിടെ ടൈഗറിൻ്റെ ആ ഒരു സ്ക്രാച്ചിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വഴി തന്നെ നമ്മൾ നേരെ പോവുകയാണ്. ഇടയ്ക്കൊന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്ക് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു റൂട്ടിലേക്ക് മാറി സഞ്ചരിക്കുകയുണ്ടായി. അക്ഷയ്, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ട്രക്കായിരുന്നു. വലുതായിട്ട് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല, എങ്കിലും കാട്ടുപന്നി അങ്ങനെയുള്ള കുറച്ചൊക്കെ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ കണ്ടു. പിന്നെ നല്ല ഫോറസ്റ്റാണ്, തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റുള്ള കാടുകളെ പോലെയല്ല, ഇതൊരു എവർഗ്രീൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണല്ലോ, അതുപോലെ തന്നെ ഉണ്ട്. നല്ല ട്രക്കായിരുന്നു. അതുൽ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വന്യജീവി സങ്കേതത്തിൽ വന്നിട്ട് ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് പോയിട്ട് പിന്നെ നമ്മളത് ജലമാർഗവും വീണ്ടും നമ്മൾ കുറേ ദൂരം പോയി. അതിനുശേഷം നമ്മൾ വീണ്ടും 2 കിലോമീറ്റർ വീണ്ടും ഉള്ളോട്ട് പോയി കടുവയെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ പോയി. പക്ഷേ നമുക്ക് കടുവയുടെ കാൽപാദം കണ്ട് അത് തന്നെ വലിയ ഭാഗ്യം. ഏതായാലും നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ എന്തായാലും കടുവയെ കാണുമെന്ന് വിചാരിക്കുന്നു. കടുവയുടെ മാർക്കിംഗ് ഒക്കെ നമ്മൾ മരത്തിലൊക്കെ കാണാൻ പറ്റി. അതൊക്കെ വലിയ മാർക്കല്ലേ വിപിൻ, പോവല്ലേ പോവല്ലേ. കാടെങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു കാടൊക്കെ. കടുവേനെ കാണാൻ പറ്റിയില്ല, അത് പ്രതീക്ഷയിലാണ് നമ്മൾ ഇനിയും പോകുന്നത്. കാണുന്നവരെയും കയറിക്കൊണ്ടിരിക്കും. അതെ അതെ അതെ, വിനോദ സൂപ്പറായിരുന്നു. കാടെങ്ങനെയുണ്ട്? കാട് നല്ല നല്ല നമ്മൾ ഇത്രയും നാൾ പോയതിനേക്കാൾ നല്ല തിക്കായിട്ടുള്ള കാട്. പിന്നെ നമ്മളെ ചങ്ങാടത്തിലുള്ള പോകൊക്കെ ഭയങ്കര രസകരമായിരുന്നു. എന്തായാലും സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 10-12 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. എന്നിട്ടും മറ്റ് ആനിമൽസിനൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് ആകെ കണ്ടത് നമ്മൾ കുറച്ച് കാട്ടുപോത്തുകളെ കണ്ടിരുന്നു, അതുപോലെ തന്നെ വേഴാമ്പലിനെ കണ്ടു. പിന്നെ കണ്ടത് കുറച്ച് കാട്ടുപന്നിക്കൂട്ടങ്ങളെയാണ്. ഒരു ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു വന്നത്. പക്ഷേ ഇതുവരെയൊക്കെ നമുക്കത് കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കാട്ടിനുള്ളിൽ മഴ പെയ്യുമ്പം മറ്റൊരു ഭംഗിയാണ്, കാട് കാണാൻ മറ്റൊരു ഭംഗിയാണ്. ശരിക്കും വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ മഴ കാട്ടിനുള്ളിൽ ആസ്വദിക്കാനായിട്ട്. ശരിക്കും കുറച്ച് സമയം റെയിൻകോട്ടൊന്നും ഇല്ലാതെ മഴ നനഞ്ഞൊക്കെ നടക്കുകയുണ്ടായി. ശരിക്കും നല്ലൊരു ഫീലിംഗ് ആണ്. ഇപ്പം മഴ പെയ്യുവാണ്, പക്ഷെ മഴ കൂടുതൽ സമയം കണ്ടിന്യൂ ചെയ്യുന്നില്ല. മഴ നല്ല രീതിയിൽ പെയ്താലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ അത് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു കടുവയുടെ ഒരു ഹണ്ടിങ് സ്പോട്ടിലേക്ക് എത്തിയത്. ഒരു മ്ലാവായിരുന്നു അത്. മ്ലാവിനെ ഹണ്ട് ചെയ്തിട്ട് ഇത് അധിക സമയം ആയിട്ടില്ല, ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കോളം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദുർഗന്ധം ആ ഭാഗത്തൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടും അതിനെ അകത്താക്കിയിട്ടുണ്ട്. സാധാരണ കടുവ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊന്നതിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് ഭക്ഷിക്കാനായിട്ട് തുടങ്ങുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗൈഡ് ഇപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഴുത്തിയാണോ? ടൈഗർ അധികമായിട്ടില്ലേ? വെറുതെ ഇടും. ഓ, ഒന്ന് മസിൽ ലൂസ് ആവാനായിട്ട്. അല്ലെങ്കിൽ അതിൽ ഇതുണ്ടാവുന്ന പറ്റിയിരിക്കും. അങ്ങനെ തിരിച്ചു വരുന്ന വഴി നമ്മുടെ മനസ്സിന് ആശ്വാസമേകി ഒരു ആനക്കൂട്ടത്തിനെ നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്ന ലേക്കിൻ്റെ മറുകരയിലേക്കാണ് കണ്ടത്. ആദ്യം ഒരു കുട്ടിയാനയും ഒരു കുട്ടിക്കൊമ്പനാണ്, കുട്ടിക്കൊമ്പനും അതിനോടൊപ്പം അതിൻ്റെ അമ്മയും
കാട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതാണ് കണ്ടത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് വേറൊരു പിടിയാനയും കൂടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇവർ 3 പേര് മാത്രമാണ് നമ്മൾ കണ്ടത്. പുറകിലേക്ക് മറ്റ് ആനകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഈ ആനകളെയും കണ്ടിങ്ങനെ ഇരുന്നു. ഈ പിടിയാന കുട്ടിയാനയ്ക്ക് നല്ല രീതിയിലുള്ള സംരക്ഷണം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ചേർന്ന് മാത്രമാണ് നടക്കുന്നത്. എപ്പോഴും ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആ ഒരു കുട്ടിയാനയ്ക്ക് കിട്ടുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ അവസാന പാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ട്രെക്കിങ് കഴിയുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു മ്ലാവിൻ്റെ കൂട്ടത്തെയും കൂടെ നമ്മൾ കണ്ടത്. കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുകയുണ്ടായി. അവർ നോക്കി നിന്നിട്ട് ചെറിയൊരു അറ്റൻഷനോട് കൂടി തന്നെയാണ് നിന്നത്. അതിനുശേഷം വീണ്ടും അവർ അവരുടെ രീതിയിൽ പുല്ലുകളൊക്കെ മേഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ നമ്മൾ പോയിരിക്കുന്നതിലും കാട്ടിൽ പോയിരിക്കുന്നതിലും ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ഈ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യം തന്നെ പക്ഷികളെല്ലാം കണ്ടു. പിന്നെ അവസാനം നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരുന്ന ആനക്കൂട്ടത്തിനെയും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ഉണ്ടല്ലോ ബാംബു റാഫ്റ്റ്. അത് വളരെ നന്നായി 2 മണിക്കൂർ നമ്മളെടുത്ത് മഴയത്തും ഒക്കെ ഭയങ്കര രസകരമായിട്ട് തന്നെ ആയിരുന്നു. പൊതുവേ നല്ലതായിരുന്നു. ഓക്കെ, എൻ്റെ ആദ്യത്തെ ട്രക്കിങ് യാത്രയായിരുന്നു ഇത്. വളരെ അടിപൊളി യാത്ര തന്നെയായിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം കണ്ടത് മലമുഴക്കി വേഴാമ്പലിനെയായിരുന്നു. ഞാനിതുവരെ അതിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതിന് കാണുന്നത്. പിന്നെ ആനേനെയും കാട്ടുപന്നി, പിന്നെ കാട്ടുപോത്ത്, മ്ലാവ് ഇവയെല്ലാം കാണാൻ പറ്റി. പിന്നെ ബാംബു റാഫ്റ്റിംഗ് 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് നല്ല യാത്രയായിരുന്നു. ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു എല്ലാം. ശരിയെന്നാൽ അപ്പം പെരിയാർ വന്യജീവി സങ്കേതത്തിൽ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് ദൂരം ട്രെക്ക് ചെയ്തു. അതിനിടയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. അതിപ്പം പുതിയ മൃഗങ്ങളായാലും പക്ഷികളായാലും ഒക്കെ നമ്മുടെ വേഴാമ്പലിനൊക്കെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഇവിടെ നിന്നാണ് എനിക്ക് നല്ല രീതിക്ക് കാണാനൊക്കെ പറ്റിയത്. ഞങ്ങൾ കുറേയൊക്കെ ട്രെക്ക് ചെയ്ത് വന്ന് ആനേനൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു ആദ്യത്തെ സമയങ്ങളിലൊക്കെ. പിന്നെ അവസാനത്തോട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയോടെ നടന്നു വന്നു. അപ്പോൾ നമുക്ക് ഈ പുഴ, ഈ നദിയുടെ സൈഡിലായിട്ട് തന്നെ ഈ ആനക്കൂട്ടങ്ങളെ കാണാനൊക്കെ പറ്റി. അപ്പം അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. വന്നതിൽ നമുക്ക് എന്തുകൊണ്ടും മികച്ച രീതിക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബാച്ച് 1ൻ്റെ ട്രക്കിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ ട്രക്കിങ് വളരെയധികം സൂപ്പറായിരുന്നു. നല്ല ഫോറസ്റ്റ് ആയിരുന്നു. വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് വേഴാമ്പലിനെ കാണാൻ പറ്റി. അതിനുശേഷം പല മൃഗങ്ങളെയും കാണാൻ പറ്റി. ആന, കാട്ടുപോത്ത്, മ്ലാവ്, മാന്, അങ്ങനെ എല്ലാത്തിനെയും കാണാൻ പറ്റി. പിന്നെ നല്ല രീതിയിൽ നല്ല ദൂരം ഫോറസ്റ്റിനുള്ളിൽ ട്രെക്ക് ചെയ്തു. ബാംബു റാഫ്റ്റിംഗ് ചെയ്തു. ഒരു 1-2 മണിക്കൂറോളം ബാംബു റാഫ്റ്റ് ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. വളരെ മികച്ച ഒരു ട്രെക്കിംഗ് ആയിരുന്നു. പ്ലാനറ്റ് എർത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ട്രെക്കിങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയോട് അടുക്കുന്നു. നമ്മൾ രാവിലെ ഒരു 7-8 മണിക്ക് തുടങ്ങിയ ഒരു ട്രെക്കിംഗ് ആണ്. ഏകദേശം ഒരു 14-15 കിലോമീറ്ററോളം നമ്മൾ നടക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു 2 മണിക്കൂർ ബാംബു റാഫ്റ്റിംഗ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു ഇന്നിവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും ഇതിനൊക്കെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്കത് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഒരു ദിവസം മുമ്പേ തന്നെ എപ്പോഴും ബുക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ സ്പോട്ട് റിസർവേഷൻ ചിലപ്പം ഒരുപക്ഷെ കിട്ടിയെന്നും വരത്തില്ല. അപ്പോൾ ഓൺലൈനിൽ റിസർവ് ചെയ്തിട്ട് ഇവിടെ വരിക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ ടീമിൽ ഇന്നുണ്ടായിരുന്ന 5 പേരാണ്. ഈ 5 പേർക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു റെയിൻ ഫോറസ്റ്റിൻ്റേതായിട്ടുള്ള എല്ലാവിധ
സൗന്ദര്യത്തോടും കൂടി നിന്ന ഒരു കാടായിരുന്നു ഇന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത്. കാട് നമ്മൾ ഈ പറയുന്ന കണക്ക് തന്നെ ഇന്ന് വരുമ്പോൾ ഉള്ള രീതി ആയിരിക്കത്തില്ല ഒരു 2 മാസം കഴിഞ്ഞ് വരുമ്പം തികച്ചും ഒരു വ്യത്യസ്തത എപ്പോഴും കാട് നമുക്ക് സമ്മാനിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം വേഴാമ്പലിനെ കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പല മൃഗങ്ങളെയും കാണാനായിട്ട് ആഗ്രഹിച്ച് ഏകദേശം ഒരു 10-14 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് തിരിച്ചെത്തുന്ന വഴിക്ക് മാത്രമാണ് നമുക്കൊരു ആനയുടെ സൈറ്റിംഗ് കിട്ടിയത്. ആനയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് വന്നിരുന്നതായിരുന്നു എല്ലാവരും. 2 പിടിയാനകൾ ഒരു ആനക്കുട്ടിയായിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ കണ്ടത്. അത് വന്നിട്ട് ഈ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ശരിക്കും പെരിയാർ ടൈഗർ റിസർവ് നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. തികച്ചും നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തന്നത്. ശരിക്കും മ്ലാവിനെയും ശരിക്കും ഇവിടെ സ്പോട്ടഡ് ഡിയർ പുള്ളിമാനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. സാധാരണ എല്ലാ കാടുകളിലും പോകുമ്പം ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ജീവിയാണ് നമ്മുടെ പുള്ളിമാൻ. പക്ഷേ ഈ ഒരു കാട്ടിൽ നമുക്കതിനെ ഒട്ടും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. പകരം മ്ലാവുകളെയാണ്, കലമാനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടത്. അതുമാത്രമല്ല ടൈഗറിൻ്റെ ഒരു ഹണ്ട് ചെയ്തതിൻ്റെ ഏകദേശം 2 ആഴ്ച മുമ്പ് ഹണ്ട് ചെയ്തതിൻ്റെ കാട്ടുപോത്തിനെ ഹണ്ട് ചെയ്തതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളും അതിൻ്റെ അസ്ഥികളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല ഈ ഒരു നട്ടുച്ച സമയത്തും ക്ലൗഡി ആയിട്ടുള്ള വെതറിൽ നല്ല മഴയൊക്കെ ആസ്വദിച്ച് മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ബാംബു റാഫ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ കാട്ടിനകത്തൂടെയുള്ള യാത്രയും വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കൂടെ ചേർന്നിട്ട് നമുക്ക് ഒന്നിച്ച് ട്രെക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു നോക്കേണ്ടത്, നമ്മുടെ നയിച്ച ഒരു ടീമുണ്ടായിരുന്നു. ബീറ്റ് ഓഫീസർ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു. അതുപോലെ തന്നെ 2 ഫോറസ്റ്റ് ഗാർഡും ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് സുരേഷ് എന്നും ഒരാളുടെ പേര് രാക്കുമുത്തു എന്നുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും പലതരത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയുണ്ടായി. പിന്നെ വേറെ ആർക്കും ഒരു തരത്തിലുള്ള ഒരു ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ തന്നെ സേഫായിട്ട് നമുക്ക് ഈ ഒരു ട്രെക്കിംഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും ഏതെങ്കിലും ഒരു കാട്ടിൽ വെച്ചിട്ട് കാണാം. ബൈ.